सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। आज हम 4वीं कक्षा की ज़मी को जादू आता है नामक कविता पढ़ेगी। कवि का नाम है गुलसार। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സെമി കോ ജാദു ആത്താ ഹെ എന്ന കവിത പാഠഭാഗം പഠിക്കും. കവിയുടെ പേര് ഗുൽസാർ. ആദ്യം നമുക്ക് കവിതയുടെ ടൈറ്റിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. സെമി കോ ജാദു ആത്താ ഹെ. സെമി എന്ന വാക്കിൻ്റെ അർത്ഥം മണ്ണ് അല്ലെങ്കിൽ ഭൂമി എന്നാണ്. ജാദു ജാദു എന്ന വാക്കിൻ്റെ അർത്ഥം മാജിക്, മാന്ത്രികം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കവിതയിൽ കവി ഗുൽസാർ മണ്ണിൻ്റെ മാജിക്കിനെ പറ്റി അല്ലെങ്കിൽ ഭൂമിയുടെ മാജിക്കിനെ പറ്റിയാണ് പറയുന്നത്. എന്തായിരിക്കും ഭൂമിയുടെ മാജിക് അല്ലെങ്കിൽ മണ്ണിൻ്റെ മാജിക് എന്നത് നമുക്ക് ഈ കവിതയിൽ നിന്നും മനസ്സിലാക്കാം. ശരി കൂട്ടുകാരെ, നമുക്ക് കവിതയിലോട്ട് കടക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ 80ാമത്തെ പേജ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് സെമി കോ ജാദു ആത്താ ഹെ എന്ന കവിത ഭാഗം കാണാൻ സാധിക്കും. നമുക്ക് കവിതയിലോട്ട് കടക്കാം. देखो, ये मेरे बाग की मिट्टी को कुछ तो है, ये जादुई सेमी है क्या, ज़मी को जादू आता है. ये मेरे बाग की मिट्टी को कुछ तो है. कवि कहते हैं ये मेरे बाग, मेरे എൻ്റെ ബാഗ് തോട്ടം की മിട്ടി മണ്ണ്, കോ കുച്ച് തോ ഹേ എന്തോ ഉണ്ട്. കവി പറയുകയാണ് ये मेरे बाग की मिट्टी को कुछ तो है, ये जादुई ज़मी है क्या. कवि कहते हैं ये ज़मी जादू है क्या. ജാദുയി മാജിക് നിറഞ്ഞ ഇതിലേക്ക് മാന്ത്രിക ശക്തിയുള്ള സെമി ഭൂമിയാണോ എന്ന് കവി ചോദിക്കുകയാണ്. ये मेरे बाग की मिट्टी को कुछ तो है, ये जादुई सेमी है क्या. എൻ്റെ തോട്ടത്തിലെ മണ്ണിന് എന്തോ ഉണ്ട്. കവി പറയുകയാണ് എൻ്റെ തോട്ടത്തിലെ മണ്ണിന് എന്തോ ഉണ്ട്. ഈ ജാദുയി സെമി ഹേ ക്യാ. കവി ചോദിക്കുകയാണ് ഇത് മാന്ത്രികമുള്ള മണ്ണാണോ അല്ലെങ്കിൽ ഭൂമിയാണോ എന്ന് ചോദിക്കുന്നത്. സെമി കോ ജാദു ആത്താ ഹെ. ഈ ഭൂമിക്ക് എന്തോ മാജിക് ഉണ്ട്. ഇനി എന്താണ് ആ മാജിക് നമുക്ക് നോക്കാം. അടുത്ത വരിയിലോട്ട് ശ്രദ്ധിക്കുക. അഗർ അമരൂദ് ബീജു മെയും തോ യേ അമരൂദ് ദേത്തി ഹെ, അഗർ जामुन की गुडली डालू तो जामुन देती है, करेला तो करेला, नींबू तो नींबू. अगर ഒരു പക്ഷേ അമരൂദ് ബീജുമേം, അമരൂദ് പേരയ്ക്ക അറിയാമായിരിക്കും നിങ്ങൾക്ക് അല്ലേ. അമരൂദ് ശബ്ദ അർത്ഥ ഹെ പേരയ്ക്ക. ബീജുമേം ബീജിന വിതയ്ക്കുക അല്ലെങ്കിൽ കുഴിച്ചിടുക എന്നൊക്കെയാണ് അർത്ഥം. അഗർ അമരൂദ് ബീജുമേം तो ये അമരൂദ് ദേത്തി ഹെ. അമരൂദ് കുഴിച്ചിടുകയാണെങ്കിൽ, അത് പേരക്കയുടെ വിത്ത് നമ്മൾ ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് കിട്ടും? പേരയ്ക്ക, അമരൂദ്. അതായത് ഈ ഭൂമിയിൽ പേരക്കയുടെ വിത്ത് നമ്മൾ കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് പേരയ്ക്ക കിട്ടും. അഗർ ജാമുൻ കി ഗുഡ്ലി ഡാലും, ഒരു പക്ഷേ ഞാൻ ഞാവൽപ്പഴം കി ഗുഡ്ലി എന്ന് പറഞ്ഞ വിത്ത്, ഡാലും ഒരു പക്ഷേ ഞാൻ ഈ മണ്ണിൽ ജാമുൻ്റെ അതായത് ഞാവൽപ്പഴത്തിൻ്റെ വിത്താണ് കുഴിച്ചിടുന്നതെങ്കിൽ തോ ജാമുൻ ദേത്തി, എന്നാൽ എനിക്ക് ഈ മണ്ണിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും എനിക്ക് ജാമുൻ അതായത് ഞാവൽപ്പഴം കിട്ടും. കരേല തോ കരേല, നീമ്പു തോ നീമ്പു. കരേല പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക കിട്ടും അല്ലേ. കരേല തോ കരേല, പാവലാണെങ്കിൽ പാവൽ കിട്ടും. നീമ്പു തോ നീമ്പു. നീമ്പു എന്താണ്? നീമ്പു നാരങ്ങ. മനസ്സിലായല്ലോ.
ശരി കൂട്ടുകാരെ, നമുക്ക് അടുത്ത വരികളിലോട്ട് ശ്രദ്ധിക്കാം. അഗർ മെയും फूल मांगू तो गुलाबी फूल देती है, मैं जो रंग दूं उसे वो रंग देती है. ये सारे रंग क्या उसने नीचे छुपा रखे हैं मिट्टी में. बहुत खोदा मगर कुछ भी नहीं निकला, जमी को जादू आता है. अगर मैं फूल मांगू, ഒരു പക്ഷേ ഞാൻ ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവ്. മാങ്കൂം, മാങ്കിന ആവശ്യപ്പെടുക. ഒരു പക്ഷേ ഞാൻ പൂവ് ആവശ്യപ്പെടുകയാണെങ്കിൽ तो ഗുലാബി ഫൂൾ ദേത്തി ഹേ, എന്നാൽ എനിക്ക് ഈ ഭൂമി, ഈ മണ്ണ് എനിക്ക് എന്ത് നൽകും? ഗുലാബി ഫൂൽ എന്താണ്? റോസാപ്പൂ നൽകും. ദേത്തി ഹേ നൽകും. അപ്പോൾ ഞാൻ ഈ ഭൂമിയുടെ അടുത്ത് ഒരു പൂവ് ചോദിച്ചാൽ ഭൂമി എനിക്ക് എന്ത് നൽകും? അത് ഗുലാബി ഫൂൾ നൽകും എന്നാണ് പറഞ്ഞത്. ജോ രംഗ് ദൂം ഉസേ ഓ രംഗ് ദേത്തി ഹേ. അതായത് മെയിം ജോ രംഗ് ദൂം, ഞാൻ ഏത് നിറമാണോ കൊടുക്കുന്നത്, ഉസേ ഓ രംഗ് ദേത്തി ഹേ, ഭൂമി എനിക്ക് അതേ നിറം തിരികെ തരും. അതായത് എന്താണോ വിതയ്ക്കുന്നത് അതായിരിക്കും നമുക്ക് ഫലമായിട്ട് കിട്ടുന്നത്. മനസ്സിലായല്ലോ കൂട്ടുകാരെ? ये सारे रंग क्या उसने नीचे छुपा रखे हैं इस मिट्टी में. कवि संदेह के साथ आगे कहते हैं, ये सारे रंग क्या उसने नीचे छुपा रखे हैं इस मिट्टी में. ये सारे रंग, ഈ മുഴുവൻ നിറവും, രംഗ് നിറം, क्या എന്താ, ഉസ്നെ ഇത് ഈ ഭൂമി, നീച്ചെ താഴെ, നീച്ചെ ചുപ്പാരകെ ഹേ, ചുപ്പാരകന ഒളിപ്പിച്ചു വെക്കുക, ചുപ്പന ഒളിപ്പിക്കുക, ചുപ്പ രകെ ഹേ മിട്ടി മേം. എന്താ ഭൂമി ഈ നിറങ്ങളെല്ലാം ഭൂമിയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? കവി സംശയത്തോടു കൂടി ചോദിക്കുകയാണ് അല്ലേ. ബഹുത്ത് ഖോദ മഗർ കുച്ചു ബി നഹിം നികല. കവി ഇത് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്തെന്ന് നോക്കിക്കേ. ബഹുത്ത് ഖോദ, വളരെയധികം കുഴിച്ചു. ഖോദന കുഴിക്കുക, ഖോദ മഗർ എന്നാൽ കുച്ചു ബി നഹിം നികല, എന്ന കവിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. മനസ്സിലായില്ലേ? ജമീ കോ ജാദു ആതാ ഹേ. അതുകൊണ്ടാണ് കവി പറയുന്നത് ഈ ഭൂമിക്ക് എന്തോ മാജിക് ഉണ്ട്. अगर मैं फूल मांगू तो गुलाबी फूल देती है, मैं जो रंग दूं उसे वो रंग देती है. ये सारे रंग क्या उसने नीचे छुपा रखे हैं मिट्टी में. बहुत खोदा मगर कुछ भी नहीं निकला, जमी को जादू आता है. अगली पंक्तियां देखिए, അടുത്ത വരി ശ്രദ്ധിക്കൂ. जमी को जादू आता है, जमी को जादू आता है, बड़े करतब दिखाती है. ये लंबे लंबे ऊंचे ताड़ के जब पेड़ उंगली पर उड़ाती है, जमी को जादू आता है. മണ്ണിന് മാജിക് ഉണ്ട്. ബഡേ കർത്തബ് ദിക്കാത്തി ഹേ, വലിയ പ്രവൃത്തികൾ, കർത്തബ് പ്രവൃത്തി, ബഡേ കർത്തബ് ദിക്കാത്തി ഹേ, വലിയ വലിയ പ്രവൃത്തികളൊക്കെ ഈ ഭൂമി കാണിക്കാറുണ്ട്. ये लंबे लंबे ऊंचे ताड़ के जब पेड़ ऊंगली पर उड़ाते हैं. ये लंबे 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 നീളമുള്ള, ലംബെ ലംബെ ഊഞ്ചെ ഉയരമുള്ള, താട് കെ ജബ് പേട്, താട് പന, താട് കെ പേട് പനമരം, താട് കെ ജബ് പേട് ഊങ്കലി पर उड़ाते हैं. ഊങ്കലി വിരൽ, ഊങ്കലി വിരൽ पर उड़ाती है. അപ്പോൾ ഈ ഭൂമിക്ക് മാജിക് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വിരലില് വലിയ നീളമുള്ള പനമരത്തിനെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. जमी को जादू आता है, बड़े करतब दिखाती है. ये लंबे लंबे ऊंचे ताड़ के जब पेड़ ऊंगली पर उड़ाती है तो ഗിർനെ ഭി നഹിം ദേത്തി, എന്നാൽ അവ വീഴുന്നില്ല. ഗിർന വീഴുക, തോ ഗിർനെ ഭി നഹിം ദേത്തി, ഇവയെ വീഴ്ത്തിക്കില്ല. ഹവായെ ഗൂബ് ഹിലാത്തി ഹെ, ജമി ഹിൽനെ നഹിം ദേത്തി. ഹവായെ കാറ്റുകൾ, ഗൂബ് ഹിലാത്തി ഹെ, വളരെയധികം കാറ്റ് ഈ വൃക്ഷങ്ങളെ എന്ത് ചെയ്യുന്നു, ഇളക്കുന്നു. എന്നാലും എന്ത് ചെയ്യൂല, അത് താഴെ വീഴൂല എന്ന് പറയുന്നത്. ജമി ഹിൽനെ നഹിം ദേത്തി, ഭൂമി എന്നാൽ എന്ത് ചെയ്യില്ല, ഇളകില്ല എന്ന് പറഞ്ഞു.
मेरे हाथों से शरबत दूध पानी कुछ गिरे सब टिक जाती है ये कितना पानी पीती है घटक जाती है जितना दो ആ വരികൾ നോക്കിയേ ശ്രദ്ധിച്ച് മേരെ ഹാത്തോം സെ എൻ്റെ കൈകൾ കൊണ്ട് ഷർബത്ത് ഷർബത്ത് എന്താണ് സർബത്ത് ദൂത്ത് എന്താണ് പാല് പാനി അറിയാമായിരിക്കും പാനി വെള്ളം കുച്ച് ഗിരേ എൻ്റെ കയ്യിൽ നിന്ന് ഷർബത്തോ പാലോ വെള്ളമോ കുച്ച് ഗിരേ കുറച്ച് വീണാൽ ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക ഗിരേ സബ് ടിക് ജാത്തി ഹേ അതെല്ലാം എന്ത് ചെയ്യും കാണാതെയാകും ഭൂമി അതെല്ലാം വലിച്ചെടുക്കും എന്നാണ് പറഞ്ഞത് ടിക് ജാത്തി ഹേ ടിക് ജാനെ വലിച്ചെടുക്കുക ആഗിരണം ചെയ്യുക യേ കിത്തന പാനി പീത്തി ഹേ കവി कहते हैं ये कितना पानी पीती है ഈ ഭൂമി എത്ര വെള്ളമാണ് കുടിക്കുന്നത് ഘടക് ജാതി ഹേ ജിത്തന ദോ എത്ര വേണമെങ്കിലും കൊടുത്താലും അതെല്ലാം കുടിച്ചു തീർക്കും इसे लोटे से दो या बाल्टी से या नल दिन भर गुला रग दो गजब है पेट भरता ही नहीं इसका कवि പറയുകയാണ് इसे लोटे से लोटा मोंदा दो എന്ന് പറഞ്ഞാൽ നൽകുക या बाल्टी ബക്കറ്റ് തൊട്ടി बाल्टी से या नल എന്ന് പറഞ്ഞാൽ പൈപ്പ് നൽ പൈപ്പ് दिन भर गुला रग दो ദിവസം മുഴുവൻ दिन भर गुला दो ഗുലാ രഗ്ദോ എന്ന് പറഞ്ഞാൽ എന്താണ് ദിവസം മുഴുവൻ തുറന്നു വെച്ചാലും പൈപ്പ് ദിവസം മുഴുവൻ തുറന്നു വെച്ചിരുന്നാലും ഇല്ലെങ്കിൽ മൊന്തയിൽ വെള്ളം കൊടുത്താലും ഇല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം കൊടുത്താലും ഗസബ് വിചിത്രം തന്നെ അത്ഭുതം തന്നെ ഹേ പേട്ട് ഭർത്താ ഹി നഹി മിസ്കാ അല്ലേ ഇതിൻ്റെ വയറ് നിറയൂല എന്ന് പറയണം വീണ്ടും കവി പറയുകയാണ് ശ്രദ്ധിക്കൂ സുനാ ഹേ യഹ് നദി കോ ഭി ചുപ്പാ ലേത്തി ഹേ അന്തർ സുനാ ഹേ ഞാൻ കേട്ടിട്ടുണ്ട് സുനാ ഹേ യഹ് നദി കോ ഭി ഇത് നദികളെയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് കോ ഭി ചുപ്പാ ലേത്തി ഹേ അന്തർ ഈ ഭൂമിയുടെ അടിയിൽ ഭൂമിയുടെ അകത്ത് എന്താണ് ചുപ്പാ ലേത്തി ഹേ അന്തർ കിസ്കോ നദിക്കോ ചുപ്പാ ലേത്തി ഹേ അന്തർ കവി പറയുകയാണ് ഈ ഭൂമി നദികളെയും കൂടി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ജമീക്കോ ജാദു ആത്താ ഹേ അതുകൊണ്ട് ഞാൻ പറയും ഈ ഭൂമിക്ക് എന്തോ മാജിക് ഉണ്ട് ജമീ കെ നീച്ചെ ക്യാ ചീനി കെ ഖാനെ ഹേ ഇനി അടുത്ത് വേറൊരു സംശയം കവി ചോദിക്കുകയാണ് ജമീ കെ നീച്ചെ ഈ മണ്ണിൻ്റെ അടിയിൽ അതായത് ഈ ഭൂമിയുടെ അടിയിൽ ചീനി എന്തെന്ന് പറഞ്ഞാൽ മധുരം പഞ്ചസാര ചീനി പഞ്ചസാര ചീനി കി ഖാനെ ഹേ എന്താ പഞ്ചസാരയുടെ ഖജനാവുണ്ടോ ഖാനെ ഹേ ഖട്ടായിക്ക് ചട്ടാനേം ഹേ അതേപോലെ ഖട്ടായി പുളിപ്പ് കയ്പ് എന്നൊക്കെ പറയാം പുളിപ്പ് ഖട്ടായിക്ക് ചട്ടാനേം ഹേ ചട്ടാനെ കല്ല് പാറക്കല്ല് ചട്ടാനേം ഹേ അപ്പം കവി ചോദിക്കുകയാണ് ജമീ കെ നീച്ചെ ക്യാ ചീനി കി ഖാനെ ഹേ ഈ ഭൂമിയുടെ അടിയിൽ എന്താ മധുരത്തിൻ്റെ എന്തെങ്കിലും ഖജന ഉണ്ടോ ഖട്ടായിക്ക് ചട്ടാനേം ഹേ പുളിപ്പിൻ്റെ അല്ലെങ്കിൽ ഉപ്പിൻ്റെ എന്താണ് പാറക്കല്ലുകളുണ്ടോ ഫലോമേയും മീട്ട കൈസെ ഡാൽത്തി ഹേ ജമീ പഴങ്ങൾക്ക് എങ്ങനെയാണ് മധുരം കൊടുക്കുന്നത് ഈ ഭൂമി ഫലോമേം പഴങ്ങൾക്ക് മീട്ട മധുരമുള്ള കൈസെ ഡാൽത്തി ഹേ സമി എങ്ങനെയാണ് പഴങ്ങൾക്ക് ഇത് മധുരം നൽകുന്നത് ലാത്തി കഹാം സേ ഹേ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഈ മധുരം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ മധുരം വരുന്നത് എന്നൊക്കെ കവി സംശയത്തോടു കൂടി ചോദിക്കുകയാണ് അനാർ എന്താണ് മാതളം അനാരോം ബൈരോം ഓർ ആമോം മെയും സേബോമേയും അതുകൂടാതെ അനാരോം മാതളം ആം മാങ്ങ सेब ആപ്പിൾ മേം സബീ മീട്ടോ മേം ഭി മീട്ടേ ലഗത്താ ഹേ ഈ പഴങ്ങളെല്ലാം മധുരമുള്ളതാണ് മീട്ടേ മേം ഭി മീട്ടേ ലഗത്താ ഹേ അതെല്ലാം നല്ല മധുരമുള്ളതാണ് അപ്പോൾ ഈ മധുരമൊക്കെ എവിടെ നിന്നാണ് ഈ ഭൂമി ഈ പഴങ്ങളുടെ അകത്ത് നൽകുന്നത് എന്ന് കവിക്ക് സംശയമാണ് കി പത്തേ ഖാവോ തോ ഫീക്കേ ഹേ ഇനി നമ്മൾ ഈ ചെടികളുടെ അതായത് ഈ മരങ്ങളുടെ ഉദാഹരണത്തിന് മാവിൻ്റെയോ
ഒക്കെ ഇലകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പത്തേ പത്തേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇല പത്തേ ഖാവോ ഖാവോ കഴിച്ചു നോക്കൂ നിങ്ങൾ തോ ഫീക്കേ ഹേ ഓർ ഫൽ മീറ്റേ ലഗത്തെ ഹേ ആ പഴങ്ങളുടെ ഇലകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ മധുരമുള്ള പഴങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളുടെ ഇലകൾ ഒരുപക്ഷെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും ഒരു ചവർപ്പുള്ളതായിരിക്കും കയ്പുള്ളതായിരിക്കും എന്നാൽ പഴങ്ങൾക്ക് മധുരമുണ്ടായിരിക്കും അല്ലേ ഇതൊരു മാജിക് അല്ലേ കൂട്ടുകാരെ മൗസംബി മീठी है तो नींबू खट्टा है ഇനി മുസംബി അത് മധുരമുള്ളതാണെങ്കിൽ നീമ്പു ഖട്ടാ ഹൈ നീമ്പു പുളിപ്പുള്ളതാണ് നീമ്പു നാരങ്ങ നേരത്തെ നമ്മൾ പറഞ്ഞത് നീമ്പു നാരങ്ങ ഖട്ടാ ഹൈ പുളിപ്പ് യക്കീനൻ ജാദു ആത്താ ഹൈ എനിക്ക് വിശ്വസിക്കാൻ പറ്റും യക്കീൻ നെഹിം കിയാ ജാ സക്ത വിശ്വസിക്കാൻ പറ്റുന്നില്ല ജാദു ആത്താ ഹൈ എന്തോ മാജിക് വരുന്നുണ്ട് ഭൂമിക്ക് അല്ലെങ്കിൽ എന്തോ മാജിക് ഉണ്ട് वगरना बास फीका सख्त और गन्ने में रस क्यों है ഇനി മുളയും ബാസ് എന്ന് പറഞ്ഞാൽ മുള ഒരു ഗന്നും എന്ന് കരിമ്പ് അപ്പം ഈ മുളയിൽ നിന്ന് കിട്ടുന്ന ഇല്ലെങ്കിൽ അതേപോലത്തെ ഐറ്റങ്ങളിൽ നിന്ന് കിട്ടുന്നത് ചില സാധനങ്ങളൊക്കെ വളരെ ചവർപ്പുള്ളതായിരിക്കും കയ്പുള്ളതായിരിക്കും പിന്നെ എന്താണ് കരിമ്പിൻ്റെ രസത്തിന് നല്ല മധുരമായിരിക്കും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അപ്പോൾ ഭൂമിക്ക് എന്തോ മാജിക് ഉണ്ട് എന്നാണ് കവി ഈ കവിതയിൽ പറയുന്നത് അപ്പോൾ ആ മാജിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ അപ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ പഞ്ചസാരയുടെ ഖജനാവുണ്ടോ പുളിപ്പിൻ്റെ അല്ലെങ്കിൽ ഉപ്പിൻ്റെ പാറയുണ്ടോ പിന്നെ എന്താണ് ഭൂമി വലിയ വലിയ വൃക്ഷങ്ങളെയൊക്കെ അതിൻ്റെ ചെറുവിരലിൽ താങ്ങി നിർത്തുന്നു അല്ലെങ്കിൽ ചെറുവിരലിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു കാറ്റടിക്കുന്നു പക്ഷെ ഇതൊന്നും വീഴുന്നില്ല അല്ലേ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും കവി പറയുകയാണ് അതേപോലെ നമ്മൾ വെള്ളം വീഴ്ത്തുകയാണെങ്കിൽ താഴെ വീഴ്ത്തുകയാണെങ്കിൽ അതെല്ലാം കുടിക്കുന്നു പിന്നെ വലിയ നദികളെയൊക്കെ ഇത് എന്താണ് അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ കവി ഇതിൽ പറയുകയാണ് दोस्तों कैसा लगा कविता अच्छी है ना कविता का आशय आपको मिला है क्या എൻ്റെ കൂട്ടുകാരെ കവിത ഇഷ്ടമായിട്ട് തോന്നിയോ ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് കിട്ടിയോ ഏകദേശം ആശയങ്ങളൊക്കെ കിട്ടിയല്ലേ ശരി അപ്പോൾ നമുക്ക് ഈ കവിതയുടെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്തായിരിക്കും അറിയാം കവിത കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ തയ്യാറാക്കുന്നത് ആസ്വാദന ടിപ്പണിയാണ് അല്ലേ ആസ്വാദന ടിപ്പണി നമുക്ക് അടുത്ത് വേറൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ആസ്വാദന ടിപ്പണി തയ്യാറാക്കാൻ പഠിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത് നമ്മൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടും ഏവർക്കും നന്ദി